ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ആൻഡ് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മക്കളെ, നമ്മുടെ ലൈവുകളിൽ ഒന്നും ഡിസ്കസ് ചെയ്യാത്ത രണ്ട് കിടിലം ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ടഫ് ആണെന്നൊക്കെ പല ആളുകൾക്കും തോന്നും. പക്ഷേ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്സാം ടഫായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ എന്താക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. മക്കളെ, ചോദ്യം ഇങ്ങനെയാണ്. ഈ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. വരുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ എന്താക്കാം, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത് മുമ്പത്തെ വർഷങ്ങളിൽ കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സിമ്പിൾ ആണ്. എ ക്യൂബോയിഡ് വിത്ത് എ സ്ക്വയർ ബേസ് ആൻഡ് ഗിവൺ വോളിയം വി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓക്കെ, ഇതൊരു ക്യൂബോയിഡ് ആണ്. അതിന്റെ ബേസ് എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ ആണ് അല്ലെ, സൈഡ് ഒരു സ്ക്വയർ ആണ്. പിന്നെ ഇതിന്റെ ഹൈറ്റ് y ആണ്, ലെങ്ത് x ആണ്. നിങ്ങൾ പറഞ്ഞത് എക്സ്പ്രസ് ദ സർഫസ് ഏരിയ എസ് ആസ് ദി ഫംഗ്ഷൻ ഓഫ് എക്സ്. ഈ ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു എക്സ് ടേം ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറം ഭാഗത്തുള്ള ഏരിയ ആണ്. അപ്പൊ അടിയിലൊരു സ്ക്വയർ ഉണ്ട്, സെയിം മുകളിലൊരു സ്ക്വയർ ഉണ്ടാവും. കാരണം ബേസ് സെയിം ആയിരിക്കുമല്ലോ മുകളിലുള്ളത്. അപ്പൊ അടിയത്തെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. മുകളിലത്തെ സൈഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാലും എക്സ് സ്ക്വയർ ആണ്, ആ റെക്ടാംഗിളിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ. അപ്പൊ രണ്ട് എക്സ് സ്ക്വയർ വരും. അടിയത്തതും എക്സ് സ്ക്വയർ, മുകളിലത്തതും എക്സ് സ്ക്വയർ, 2x സ്ക്വയർ. പിന്നെ ഉള്ളത് ഇവിടെ ഉള്ള ഇതുപോലത്തെ 4 റെക്ടാംഗിളുകളാണ്. അപ്പൊ ഒന്നിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, എക്സ് ഇൻറ്റു വൈ. അപ്പൊ അങ്ങനത്തെ 4 ഉണ്ട്, 4xy. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ 2 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്കായി? 2 മാർക്കായി, അല്ലെങ്കിൽ 1 മാർക്കായി, സിമ്പിൾ ആയിട്ട്. അടുത്തൊരു ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്ന പാർട്ടിലെ ചോദ്യമാണ് കേട്ടോ. ഷോ ദാറ്റ് ദ സർഫസ് ഏരിയ ഈസ് മിനിമം വെൻ ഇറ്റ് ഈസ് എ ക്യൂബ്. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് മിനിമം ആണ് വെൻ ഇറ്റ് ഈസ് എ ക്യൂബ് ആവുന്ന സമയത്ത്. അതായത് ബ്രെഡ്ത്തും ലെങ്ത്തും സെയിം ആവുന്ന സമയത്താണ് ഇതിന്റെ സർഫസ് ഏരിയ ഏറ്റവും മിനിമം ആയിട്ട് മാറുന്നത്. അല്ലാത്ത സമയത്തൊക്കെ അതിനേക്കാൾ കൂടുതലാണ് വരിക എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. നിർബന്ധമായിട്ട് വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ ചാപ്റ്റർ ടഫ് തോന്നിയേക്കാം. പക്ഷേ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ മിസ്സാക്കാതെ കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് സർഫസ് ഏരിയ മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇതാണ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, 2x സ്ക്വയർ പ്ലസ് 4xy. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് ഒരു വേരിയബിൾ y ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനെയും ഒരേ ടൈമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എ ക്യൂബോയിഡ് വിത്ത് എ സ്ക്വയർ ബേസ് ആൻഡ് ഗിവൺ വോളിയം ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഗിവൺ വോളിയം നമുക്കറിയാം, വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് രണ്ടും സെയിം ആണ്. എക്സ് സ്ക്വയർ ഇൻറ്റു y, അതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അതിൽ നമുക്ക് y കിട്ടും. y എന്ന് പറഞ്ഞാൽ v ബൈ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2x സ്ക്വയർ പ്ലസ് 4x ഇൻറ്റു v ബൈ എക്സ് സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇവിടെ y ഇവിടെ v രണ്ടും സെയിം അല്ലേ, അങ്ങനെ മാറ്റിയ കാര്യമോ? അല്ല മക്കളെ, ഇത് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. v എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് നമ്പറാണ്. കാരണം വോളിയം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി ആണ്, അതൊരു കോൺസ്റ്റന്റ് നമ്പർ ആണ്. അപ്പൊ നമുക്കിത് v വന്നാലും കുഴപ്പമില്ല. ഈ കംപ്ലീറ്റ് ടേം ഇൻ ടേംസ് ഓഫ് എന്തായി മാറി? എക്സ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാൻസൽ ചെയ്യാം, എക്സും എക്സ് സ്ക്വയറും. ഇതിന് ആൻസർ 2x സ്ക്വയർ പ്ലസ് 4v ബൈ എക്സ് ആയിട്ട് വരും. ഇതാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ds ബൈ dx എന്നൊക്കെ എഴുതാം അല്ലെ. സർഫസ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു എക്സ് സൈഡ്, ds ബൈ dx രണ്ടും സെയിം ആണ്. ഓക്കെ, നമ്മൾ അടുത്ത എന്താ ചെയ്യുന്നത്? ഇത് മിനിമം ആവുന്ന കേസ് പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം അല്ലെ. ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ 4x പ്ലസ് 4 കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ 4v കോൺസ്റ്റന്റ് ആണ്, ഇൻറ്റു 1/x നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് 1/x സ്ക്വയർ ആണ്. 1/x ഡെറിവേഷൻ എന്താണ്? മൈനസ് 1/x സ്ക്വയർ. ഒന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? 4x മൈനസ് 4v ബൈ എക്സ് സ്ക്വയർ. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, അടുത്ത് നമുക്ക് വേണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 4x മൈനസ് 4v ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. 4x ഈക്വൽ ടു 4v ബൈ എക്സ് സ്ക്വയർ. രണ്ട് ഭാഗത്തും 4 ഉണ്ട്, കട്ട് ചെയ്യാം. 4ഉം 4ഉം കട്ട് ചെയ്തു. അപ്പം ഈ ബൈ എക്സ് സ്ക്വയർ കൊണ്ട് കൊണ്ടുവന്നാൽ എക്സ് ക്യൂബ് ഈക്വൽ ടു v. ഇതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ എക്സ് ക്യൂബ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ക്യൂബ് ആണ് അല്ലെ. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ അത് എന്താന്ന് പ്രൂവ് ചെയ്യണം? മിനിമം ആണ് പ്രൂവ് ചെയ്യണം. മിനിമം ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുക എന്നതാണ്. ഒരു ഫംഗ്ഷന്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കണ്ടിട്ട് ആ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൽ ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്താൽ എന്ത് കിട്ടണം? ഗ്രേറ്റർ ദാൻ 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ മിനിമം ആണ്, അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കാം. 4xന്റെ ഡെറിവേറ്റീവ് 4 ആണ്, മൈനസ് 4v കോൺസ്റ്റന്റ് ആണ്, 4v
1/x² ഡെറിവേഷൻ നിങ്ങൾക്കറിയാം. 1/x² ഡെറിവേഷൻ എന്താ? f of x equal to 1/x² ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? x⁻² എന്ന് എഴുതാം. x⁻² നമുക്ക് എന്ത് എഴുതാം? -2 × x⁻n−1 -2 -1 -3 അതായത് -2/x³ എന്ന് എഴുതാം. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതുന്നത്. സോ ദ ആൻസർ ഇസ് f' of x is equal to 4 - 4v into -2/x³. That is equal to 4 + 4v/x³. 4 അല്ല 8. 4 + 8v/x³. 4 + -ഉം പ്ലസ് ആവും. 4 + 8v/x³. ഇതാണ് f' of x എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഈ f' of x ഈ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? സോ f' of ക്രിട്ടിക്കൽ പോയിന്റ് x³ = v നമ്മൾ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വിന്റെ സ്ഥാനത്ത് ക്രിട്ടിക്കൽ പോയിന്റ് കൊടുത്താൽ 4 + 8 × വിന്റെ സ്ഥാനത്ത് x³ അല്ലെ x³ സ്ഥാനത്ത് v രണ്ടും കൊടുക്കാം. വിന്റെ സ്ഥാനത്ത് x³ കൊടുത്താൽ x³/x³. സോ കട്ടായി പോകും. 4 + 8 12 ആണ്. നമുക്കറിയാം f' of ക്രിട്ടിക്കൽ പോയിന്റ് >0 ആണെങ്കിൽ മിനിമയാണ്. സോ ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ദിസ് ഈസ് മിനിമം. സർഫസ് ഏരിയ ഈസ് മിനിമം when വോളിയം ഈക്വൽ ടു x³. വോളിയം ഈക്വൽ ടു x³ എന്ന് പറഞ്ഞാൽ എന്താടാ? വോളിയം ഈക്വൽ ടു x³ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ക്യൂബ് അല്ലെ? സൈഡ് ഇൻറ്റു സൈഡ് ദെൻ ഇറ്റ് ഈസ് എ ക്യൂബ്. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇത്ര എഴുതാനാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത്. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആദ്യമായിട്ട് നിങ്ങൾ കാണാനെങ്കിൽ സ്കിപ്പ് അടിക്കുക ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ ഒരു തവണ കണ്ടത് കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താക്കും, ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കും. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യൻ 2 തവണ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ ചോദ്യം പഠിച്ചു. ഇതുപോലെ ഏത് ചോദ്യം വന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ f of x ഉണ്ടാവില്ല. ആ f of x തന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. അതിൽ ഇതുപോലത്തെ വേരിയബിൾസ് വന്നാൽ അതിൽ വേറെ ഹിന്റ് തന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ട് എക്സ് ഇൻ ടേംസ് ഓഫ് എക്സിലേക്ക് അല്ലെ ഇൻ ടേംസ് ഓഫ് വൈ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് മാത്രം നിങ്ങൾ എന്താക്കുക, കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് f' of x കാണുക. അറിയാവുന്ന സ്റ്റെപ്പ് വരെ നിങ്ങൾ എന്താക്കണം, ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് f' of x കാണുക. എന്നിട്ട് f' of x 0 കൊടുത്താൽ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ആ ക്രിട്ടിക്കൽ പോയിന്റ് f' of x കൊടുത്താൽ മിനിമയാണ്. മിനിമം ആവെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ, നമുക്ക് ഒരു പോസിറ്റീവ് നമ്പർ എന്തായാലും കിട്ടും. അപ്പൊ അതിലേക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്നാൽ ഇതിനേക്കാൾ കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അപ്പൊ പല തരത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തു. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറയുന്നു, ഇതും കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പേടിയാവും. ഇത് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ പേടിയാവും, പക്ഷെ പേടിക്കരുത്. 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്നിട്ട് ഇത് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ചെറിയ വിലപ്പെട്ട ഒരു കമന്റ് എങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഫ്രണ്ട്സിനോട് പറയുക. അയൺ വയർ ഓഫ് ലെങ്ത് 28 meter is to be cut into 2 pieces. അല്ലെ, ഒരു അയൺ വയർ ഉണ്ട്. അതിന്റെ മൊത്തം നീളം എത്ര? 28 meter ആണ്. അതിനെ ഞാൻ 2 കഷ്ണാക്കി എടുത്തു. ഓക്കെ, 2 കഷ്ണാക്കി എടുത്തു. എന്നിട്ട് എന്താക്കാണ്, അതിൽ ഒരു നീളം ഞാൻ x എന്നെടുത്തു, മറ്റേ നീളം 28 - x എന്നെടുത്തു. ഒരു നീളം ഞാൻ എന്തെടുത്തു? x എന്നെടുത്തു. രണ്ടാമത്തെ നീളം 28 - x എന്നെടുത്തു. അയൺ വയർ ഓഫ് ലെങ്ത് 28 meter is to be cut into 2 pieces. 2 കഷ്ണാക്കിയിട്ടുണ്ട്. വൺ ഓഫ് ദി പീസസ് ഈസ് ടു ബി മേഡ് ഇൻ ടു എ സ്ക്വയർ. അതിൽ ഒരു സൈഡ് എന്താക്കിയിട്ടുണ്ട് ഞാൻ, ഒരു ഭാഗം ഞാൻ സൈഡ്, ഇതിനെ ഈ ഒരു കഷ്ണത്തെ ഞാൻ എടുത്തു, അതൊരു സ്ക്വയർ ആക്കി മാറ്റി. ഇതിനെ ഞാൻ എടുത്തു, ഒരു സർക്കിൾ ആക്കി മാറ്റി. തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണോ, ഇനി നിങ്ങളോട് പറയുകയാണ്, made into 2 a square and other into a circle. What should be the length of 2 pieces so that the combined area of the square and the circle is minimum? അതായത് ഈ 2 ഏരിയ ഞാൻ ആഡ് ചെയ്താൽ അതിന് ഏറ്റവും ചെറിയ മിനിമം, അതിന്റെ ഏരിയ മിനിമം ആവുന്നത് അതിന്റെ സൈഡ് എത്ര എടുക്കുമ്പോഴാണ്, അതായത് ഈ എടുത്ത കഷ്ണം എത്ര ആകുമ്പോഴാണ് ഇതിന്റെ 2 ഏരിയയുടെ സമ്മ് ഏറ്റവും ചെറുതാവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യട്ടെ. ഒരു കമ്പുണ്ട്, അതിന്റെ മൊത്തം നീളം 28 meter ആണ്. അതിലൊരു കഷ്ണം എത്രയാണെന്നൊന്നും അറിയില്ല, എടുത്ത് ഞാൻ എന്തുണ്ടാക്കി, ഒരു സർക്കിൾ ഉണ്ടാക്കി. ഒരു കഷ്ണം എടുത്തിട്ട് ഞാൻ എന്തുണ്ടാക്കി, സ്ക്വയർ ഉണ്ടാക്കി. എന്നിട്ട് ഇതിന്റെ ഏരിയയും തമ്മിൽ ഞാൻ കൂട്ടി. ഇത് കൂട്ടുന്നത് ഏറ്റവും മിനിമം ആവണമെങ്കിൽ ആ 2 ഏരിയകൾ തമ്മിൽ ഞാൻ കൂട്ടുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. പല നമ്പർ കിട്ടല്ലേ. ഞാനിപ്പോൾ ഇത് 2 എടുക്കുകയാണെങ്കിൽ ഇത് 26 കിട്ടും. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ഇപ്പൊ ഞാൻ 3 എടുക്കുകയാണെങ്കിൽ ഇത് 25 കിട്ടും, അതിന്റെ ഏരിയ വേറെ കിട്ടും. അങ്ങനെ നമ്മൾ അത് 2 കൂടി കൂട്ടുന്ന സമയത്ത് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത് എക്സ് എത്ര എടുക്കുമ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്ക് ചെയ്യാം മക്കളെ, സിമ്പിൾ ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ പെരിമീറ്റർ, ഈ സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ലേ. കാരണം ഈ നീളം വെച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത്, സർക്കിൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr = x ആണ്. അത് നമുക്ക് റേഡിയസ് കിട്ടും. റേഡിയസ് = x/2π. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാണ് നമ്മൾ റേഡിയസ് കണ്ടത്? കാരണം നമ്മുടെ ഏരിയ ആണ് ചോദിച്ചത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാം, ഏരിയ = πr² ആണ്. ഏരിയ = π × r എന്ന് പറഞ്ഞാൽ x/2π. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ π ×
എക്സ് സ്ക്വയർ ബൈ 2π ഹോൾ സ്ക്വയർ 4π സ്ക്വയർ. 2π സ്ക്വയർ എന്താ 4π സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ 4ഉം പൈൻ്റെ സ്ക്വയർ പൈ സ്ക്വയറും. അപ്പോൾ ഈ സ്ക്വയറും പൈയും വെട്ടാം. സോ എക്സ് സ്ക്വയർ ബൈ 4π എന്ന് കിട്ടും. എന്തിൻ്റെ ഏരിയ? സർക്കിളിൻ്റെ ഏരിയ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കിട്ടിയ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 4π. ഓക്കെ, ഇതാണ് സർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടണം. നമുക്കറിയാം ഒരു സൈഡ് എത്രയായിരിക്കും? സൈഡ് എഡ്ജ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ മുഴുവൻ നീളം 28 മൈനസ് എക്സ് ആ. അത് കറക്റ്റ് 4 കഷ്ണമാക്കുന്നുണ്ട്. സോ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 28 മൈനസ് എക്സ് ബൈ 4 ആണ്. അതായത് 28 മൈനസ് എക്സിനെ 4 കഷ്ണമാക്കിയാണ് അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. സോ ഏരിയ ഈക്വൽ ടു 28 മൈനസ് എക്സ് ബൈ 4 ഹോൾ സ്ക്വയർ. സൈഡ് ഇൻറ്റു സൈഡ്. ഇതാണ് ഇതിൻ്റെ ഏരിയ. ഓക്കെ ആണോ? ഈ കാണുന്നതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് മക്കളെ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ഏരിയന്റെ സം ഒന്ന് എടുക്കാം. ഏരിയന്റെ സം ഓഫ് ഏരിയാസ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? എക്സ് സ്ക്വയർ ബൈ 4π. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 28 മൈനസ് എക്സ് ബൈ 4 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്. മക്കളെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. നമ്മൾ ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ഫംഗ്ഷൻ. ചിലപ്പോൾ ഇൻ ടേംസ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി, ഈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ എഫ് ഓഫ് എക്സ് കാണുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വൃത്തിയിലാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 4π പ്ലസ് 4 സ്ക്വയറിന്റെ 1/16 എഴുതാം ഇൻറ്റു 28 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അതായത് സ്ക്വയർ ഒന്ന് കോമൺ ആയിട്ട് എടുത്തു ബൈ 4 സ്ക്വയർ. ഇങ്ങനെ എടുക്കണം നിർബന്ധമല്ല. എന്നിട്ട് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുകയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്കറിയാം 1/4π കോമൺ ആണ്. അപ്പോൾ 1/4π ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഡെറിവേഷൻ 2x ആണ് പ്ലസ് 1/16 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു 2 × 18 മൈനസ് എക്സ് 28 മൈനസ് എക്സിൻ്റെത് അതിൻ്റെ സ്ക്വയറിൻ്റെത് ഇങ്ങനെയാണ് 2 × 28 മൈനസ് എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേഷൻ -1. ഇവിടം വരെ എഴുതാം. അതായത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡിറൈവ് ചെയ്തു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ 2x ബൈ 4π പ്ലസ് 1/16 ഇൻറ്റു 28 മൈനസ് എക്സിൻ്റെ സ്ക്വയറിൻ്റെ എന്താണ് 2 ഇൻറ്റു ഇത് ഇൻറ്റു മൈനസ് എക്സിൻ്റെ ഡെറിവേഷൻ -1. അപ്പോൾ ഒന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ 1/4π 2x ബൈ 4π. അല്ലെങ്കിൽ വേണ്ട, ആ സ്റ്റെപ്പ് ഇവിടെ തന്നെ വെട്ടല്ലേ. ഞാൻ പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വെറുതെ കൊണ്ടുവരണ്ടല്ലോ. 2ഉം 4ഉം വെട്ടാം. അപ്പോൾ 2π കിട്ടും. എക്സ് ബൈ 2π മൈനസ് ഉണ്ട്. മൈനസ് 1/60 2ന് 16 വെട്ടാം. മൈനസ് 1/8 ഇൻറ്റു 28 മൈനസ് എക്സ്. ഇതാണ് കിട്ടുക. ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ ആണല്ലോ? ഈ കാണുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എഫ് ഡാഷ് ഓഫ് എക്സിന് 0 കൊടുക്കുന്നു. ക്രിട്ടിക്കൽ പോയിന്റ് കാണുന്നു. അപ്പോൾ എക്സ് ബൈ 2π ഈക്വൽ ടു 1/8. അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതി തരാം. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും സാർ അങ്ങനെ വന്ന്. ഓക്കെ, പിന്നെ ഇവിടെ വരെ മനസ്സിലായ ആളുകൾക്കൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഈക്വൽ ടു 0. സോ എക്സ് ബൈ 2π ഈക്വൽ ടു 28 മൈനസ് എക്സ് ബൈ 8. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും 8നെ 2നെ വേണമെങ്കിൽ വെട്ടാം. 4 കിട്ടും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4x ഈസ് ഈക്വൽ ടു π ഇൻറ്റു 28 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ വേണ്ട, എക്സിന് ചെയ്യാനായില്ല. 4x ഈസ് ഈക്വൽ ടു 28π മൈനസ് എക്സ് പൈ. ഓക്കെ, ഇതിൽ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിൻ്റെ ടേം ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4x പ്ലസ് എക്സ് പൈ. 4x പ്ലസ് എക്സ് പൈ ഈസ് ഈക്വൽ ടു 28π ആണ്. സോ എക്സ് ഇൻറ്റു 4 പ്ലസ് പൈ ഈക്വൽ ടു 28π. ഇപ്പോൾ ചില ആൾക്കാർ ഇതൊക്കെ ഞങ്ങൾ പഠിക്കാനുള്ളതാണോ? അങ്ങ് പഠിക്കാനുള്ള കേട്ടോ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 28π ബൈ 4 പ്ലസ് പൈ. ഇതാണ് എക്സിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുക്കുക. എക്സിൻ്റെ വാല്യൂ ആണ് എപ്പോഴും എന്തായിട്ട് എടുക്കുക? ക്രിട്ടിക്കൽ പോയിന്റ് ആയിട്ട് എടുക്കുക കേട്ടോ. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണാൻ എഫ് ഡാഷ് ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇതാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് ബൈ 2π തന്നെ 1/2π മൈനസ് 1/8 കോൺസ്റ്റന്റ് ആണ്. 1/8 ഇൻറ്റു 28 മൈനസ് എക്സ്. 28 മൈനസ് എക്സിൻ്റെ ഡെറിവേഷൻ എന്താ? 28ൻ്റെ 0 ആണ്. മൈനസ് എക്സിൻ്റെ -1 ഇൻറ്റു -1. ഇതന്നല്ലേ ഫംഗ്ഷൻ എഫ് ഡാഷ് ഓഫ് എക്സ്? യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2π പ്ലസ് 1/8
ഈ പറയുന്നത് എന്താണ്? ഒരു ഗ്രേറ്റർ ദാൻ 0 കാരണം 1/2π എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് നമ്പർ ആണ്, 1/8 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആണ്. സോ ഇവിടെ എന്താണ്? ലോക്കൽ മിനിമയാണ്. ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് there exists ലോക്കൽ മിനിമ at x is equal to 28π/4 + π. എക്സിന്റെ വാല്യൂ എത്രയാണ്? 28/4 + π എടുക്കുന്ന സമയത്താണ് അത് എന്താവുന്നത്? അതിന്റെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ അതിന്റെ മിനിമം, സ്ക്വയർ അല്ല ഏരിയകൾ തമ്മിൽ ആഡ് ചെയ്താൽ ഏറ്റവും മിനിമം കിട്ടുന്നത് കേട്ടോ. അപ്പം എത്രയാണ് വാല്യൂ? x is equal to 28/4 + π. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ x is equal to, അപ്പൊ രണ്ട് ഉത്തരങ്ങൾ എഴുതാം, ഒന്ന് x ഉം ഒന്ന് 28 - x ഉം അല്ലേ. അപ്പൊ x is equal to എത്ര? 28π/4 + πയും ഇതിന്റെ രണ്ടാമത്തെ സൈഡ് പറഞ്ഞാൽ 28 - 28π/4 + πയും. എത്ര നിങ്ങൾ ചെയ്ത് നോക്കാൻ എത്ര എഴുതിയാലും ഫുൾ മാർക്കാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്? നല്ല കിടിലം ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം എന്തായാലും ഇതുപോലത്തെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ വന്നാൽ നിങ്ങൾ ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം തരിക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. സോ ഐഡിയ ക്ലിയർ ആയ ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാത്ത ആളുകൾ നമ്മുടെ പബ്ലിക് ലൈവുകളൊക്കെ കാണുക. ഇനിയും നല്ല നല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. ബൈ.